പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രഭാഷകന്റെ പുസ്തകം 33 അധ്യായം 16 മുതൽ 17 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കാലാ പെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ ചക്കു നിറച്ചു. മുൻപേ ഉണരേണ്ട നമ്മൾ ചിലപ്പോഴൊക്കെ ഉണർന്നു വരുന്നത് ഒടുവിലാണ്. ഇനി പ്രതീക്ഷയില്ല എന്ന് നമ്മൾ തന്നെ പറഞ്ഞു പോകും. ഒത്തിരി താമസിച്ചു പോയി എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. എന്നാൽ കർത്താവിൽ ആശ്രയിച്ചാണ് നമ്മൾ ഉണരുന്നതെങ്കിൽ അത് അല്പം താമസിച്ചു പോയാലും ഈശോ നമ്മളോട് പറയും, നീ എല്ലാവരുടെയും പിന്നിലായിപ്പോയി എന്ന് കരുതി വിഷമിക്കേണ്ട. എൻ്റെ അനുഗ്രഹം മതി നീ മുൻപന്തിയിലെത്തുവാൻ. ഈ തിരുവചനം കേൾക്കുന്നവരിൽ ഏറെ പിറകിലായിപ്പോയി ഞാൻ എന്നോർത്ത് സങ്കടപ്പെടുന്നവർക്ക് ഈശോ തരുന്ന പ്രത്യാശ ഇതാണ്: എൻ്റെ അനുഗ്രഹം നിമിത്തം നീയും മുൻപന്തിയിലാവും. ഈശോയുടെ അനുഗ്രഹം അവകാശമാക്കുവാൻ, നമ്മുടെ തന്നെ വഴികളെ നേരെയാക്കുവാനും നമ്മളെ തന്നെ ദൈവത്തിൻ്റെ പദ്ധതിക്ക് അനുസരിച്ച് തിരുത്തുവാനും നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ നിലപാടുകൾ ദൈവഹിതത്തിന് അനുയോജ്യമാക്കി നമുക്ക് മാറ്റാം. പിറകിലായവരോട് കരുണ കാണിക്കുന്ന ഈശോ നമ്മളെയും തൻ്റെ അനുഗ്രഹത്താൽ മുൻപന്തിയിലെത്തിക്കട്ടെ. ഈ തിരുവചനം കേൾക്കുന്നവരിൽ ഈ വചനത്തിൻ്റെ അഭിഷേകം നിറയപ്പെടട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.